വിദ്യാർത്ഥികൾക്കുള്ള സുരക്ഷാ ഇൻഷുറൻസ് പദ്ധതി നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുമായി ധാരണാപത്രം ഒപ്പുവെച്ച KTU. APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയുടെ കീഴിലുള്ള കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായുള്ള സുരക്ഷാ ഗ്രൂപ്പ് പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് പദ്ധതി 2026-27 അധ്യയന വർഷത്തിൽ നടപ്പാക്കുന്നതിനായി സർവകലാശാലയും നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. രജിസ്ട്രാർ ഗോപിൻജിയും നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുടെ ചീഫ് ബിസിനസ് മാനേജർ രതീഷ് KKയുമാണ് ധാരണാപത്രം ഒപ്പുവെച്ചത്. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ കടുവയ്ക്ക് വെച്ച കൂട്ടിൽ പുലി കുടുങ്ങി. ഗ്രാമ്പിയിലാണ് സംഭവം. പെരിയാർ കടുവാ സങ്കേതത്തിൽ നിന്നും എത്തിയ കടുവയെ പിടികൂടാനാണ് ഇവിടെ കൂട് സ്ഥാപിച്ചത്. പുലിയെ പെരിയാർ കടുവാ സങ്കേതത്തിൽ തുറന്നുവിടും. 5 വയസ്സുള്ള ആൺപുലിയാണ് കൂട്ടിൽ കുടുങ്ങിയത്. 2 ദിവസം മുമ്പ് ഗ്രാമ്പിയിലുള്ള വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് അംഗത്തിന്റെ വളർത്തുമൃഗത്തെ കടുവ ആക്രമിച്ചിരുന്നു. ഒരാഴ്ചയായി കടുവയെ പിടികൂടാൻ വനംവകുപ്പ് ശ്രമിച്ചു വരികയാണ്. മൂന്നാറിലെ ജനവാസ മേഖലയിൽ നിന്ന് പിടികൂടി പെരിയാർ കടുവാ സങ്കേതത്തിൽ വിട്ട കടുവയാണ് വണ്ടിപ്പെരിയാറിലെത്തിയത്. റേഡിയോ കോളർ ഘടിപ്പിച്ചാണ് വിട്ടതെങ്കിലും കടുവയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനിടെയാണ് പുലി കൂട്ടിൽ കുടുങ്ങിയത്. സംസ്ഥാനത്ത് പനി ബാധിച്ചെന്ന് 4 മരണം, 6 പേർക്ക് ഷിഗല്ല. എലിപ്പനി ബാധിച്ച് 2 പേരും ഇൻഫ്ലുവൻസ ബാധിച്ച 2 പേരുമാണ് മരിച്ചത്. ഇതിനിടെ സംസ്ഥാനത്ത് 6 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് 4, മലപ്പുറം 2 എന്നിങ്ങനെയാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് ജൂൺ മാസം 197 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 273 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ജൂൺ മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് 2025-ൽ 132 പേർക്കായിരുന്നു ഷിഗല്ല രോഗം ബാധിച്ചത്. 2024-ൽ 121 പേർക്കും രോഗം സ്ഥിരീകരിച്ചിരുന്നു. 2023-ൽ 90 പേർക്കും 2022-ൽ 83 പേർക്കുമായിരുന്നു രോഗം സ്ഥിരീകരിച്ചത്. കൂടുതൽ ജില്ലകളിൽ രോഗസാന്നിധ്യമുണ്ടെന്നും ഈ വർഷത്തേത് അസാധാരണ സാഹചര്യമെന്നുമാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. വൈദ്യുതി പ്രതിസന്ധി രൂക്ഷം. ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ KSEBിക്ക് അനുമതി. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കുന്നതിനായി ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ KSEBിക്ക് അനുമതി നൽകി വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ. ജൂലൈ മുതൽ ഡിസംബർ വരെ പവർ എക്സ്ചേഞ്ച് ഉൾപ്പെടെയുള്ള സ്രോതസ്സുകളിൽ നിന്ന് ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങണമെന്നാണ് ഉത്തരവ്. എന്നാൽ വൈദ്യുതി വാങ്ങൽ സംബന്ധിച്ച വിവരങ്ങൾ സമർപ്പിക്കുന്നതിൽ KSEB കാണിച്ച വീഴ്ചയ്ക്കെതിരെ കമ്മീഷൻ രൂക്ഷ വിമർശനവും ഉന്നയിച്ചു. വ്യാജ ലഹരി വിരുദ്ധ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് MDMAയുമായി പിടിയിൽ. പത്തനംതിട്ട എഴമറ്റൂർ കൈമല സ്വദേശി ഷെർഫിൻ സെബാസ്റ്റ്യനാണ് മരിച്ചത്. ഷെർഫിന്റെ കൈമലയിലെ വീട്ടിൽ നിന്ന് 1.590 ഗ്രാം MDMAയാണ് പിടികൂടിയത്. പുസ്തകങ്ങൾക്കിടയിൽ രഹസ്യ അറയിലാണ് ലഹരിമരുന്ന് കണ്ടെത്തിയത്. MDMA വലിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് പ്ലംബറും ഫ്യൂയിങ് പൈപ്പുകളും കണ്ടെത്തി. പ്രതി പാലാരിവട്ടം എറണാകുളം ടൗൺ പോലീസ് സ്റ്റേഷനിൽ മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയാണ്. സ്ത്രീകളെ ആക്രമിച്ച കേസിലും പ്രതിയാണ്. ജില്ലാ ഡാൻസ് ഓഫ് ടീമും റാന്നി സബ് ഡിവിഷൻ ടീമും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. നാട്ടിൽ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുന്ന യുവാവിനെയാണ് MDMAയുമായി പിടികൂടിയത്.